ഹലോ ഫ്രണ്ട്സ്, എൽഎസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വലത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് അമ്മയാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായി ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കല്ലുപ്പാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് കല്ലുപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് 8 വിസിലെങ്കിലും വെത്തിക്കണം, എങ്കിലേ ബീഫ് വെന്ത് കിട്ടുള്ളൂ. ബീഫ് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം. സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തേങ്ങാക്കൊത്തും വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത്. ഇവിടെ നമ്മുടെ പൊന്നൂട്ടി ഉണ്ട് അമ്മമ്മേനെ സഹായിക്കാനായിട്ട്. അപ്പം തേങ്ങാക്കൊത്ത് മൂത്ത് വന്നു. ഇനി അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 പച്ചമുളക് നടുവേ കീറിയതും, പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വറ്റൽ മുളക്, മല്ലി, പെരിഞ്ചീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇവയെല്ലാം നന്നായിട്ട് തന്നെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനും കൂടി ഇട്ടെങ്കിലേ നമുക്ക് ബീഫിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി അതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 3-4 ചെറിയുള്ളിയും 2 വറ്റൽമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഒരു ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ എൽഎസ് ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാനുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂവി ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് താളിച്ച് കൊടുക്കാം. ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.